എല്ലാവർക്കും സലു പ്ലസിലേക്ക് സ്വാഗതം. ഞാൻ സമീറ. അപ്പോൾ ഇപ്പം നമ്മൾ പോകുന്നത് ഇപ്പം 4 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് എന്ത് ദിവസം? ദിവസമൊക്കെ മറന്നുപോയി. ഇന്ന് ശനിയാഴ്ച. അപ്പൊ ഇപ്പൊ നമ്മളിതേ പോകുന്നത് ആരൊക്കെ നോക്കിയേ. ഹലോ സുലു വന്നിട്ടുണ്ട്, റിസാൻ ഉണ്ട്, സൽമാൻ നേരത്തെ പോയി നിക്കാണ്. അപ്പൊ എവിടാണ് പോണതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നമ്മള് മോൾ ഓഫ് ട്രാവൻകൂറിലാണ് പോണത്. അവിടെ ഇഹം ഡിജിറ്റലിൽ വെച്ചിട്ട് നമുക്ക് ഒരു ഇഹം ഡിജിറ്റൽ വെച്ച് നടക്കുന്നു മലബാർ അടുക്കളയുടെ ഒരു ട്രിവാൻഡ്രത്തിലുള്ള കുക്കിംഗ് കോമ്പറ്റീഷനാണ് നടക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ജഡ്ജ് ഞാനാണ്. അപ്പൊ അതിനായിട്ടാണ് നമ്മളിപ്പോ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി സമയം അവര് 4 മണിയാണ് പറഞ്ഞത്. ഇപ്പൊ 4 മണി ഏകദേശമായി, 4 മണി ആയിരിക്കാണ്. അപ്പൊ സൽമാനെ വിളിച്ചപ്പം തുടങ്ങാൻ പോണതേ ഉള്ളൂ, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയിട്ട് നോക്കാം അവിടുത്തെ വിശേഷങ്ങൾ എന്താണെന്ന്. ഹലോ, അങ്ങനെ നമ്മളിപ്പം മോൾ ഓഫ് ട്രാവൻകൂറിൽ എത്തിയിരിക്കുകയാണ്. അപ്പം നിസാറൊക്കെ കാർ പാർക്ക് ചെയ്തിട്ട് വരും, നമുക്ക് അകത്തേക്ക് പോകാം. അപ്പൊ നമ്മുടെ ആൾക്കാർ ഇത് അറിയാലോ. ഞാൻ പ്രത്യേകിച്ച് ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എന്റെ ചങ്കാണ് യുവജനങ്ങളുടെ രോമാഞ്ചം അല്ലേ. ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞു തന്നാൽ നിങ്ങൾ എന്നെ അടിക്കേണ്ടി വരും. പഠിച്ചതാണ്. സൽമാന്റെ കൂടെ പഠിച്ച കൂട്ടുകാരനാണ് കേട്ടോ, നമ്മുടെ ഗാസിക്കിന്റെ ഫ്രണ്ടാണ്. ഹലോ, പക്ഷെ നമ്മൾ എവിടെയാ കണ്ടിട്ടുണ്ട് ആണല്ലേ. ശരി, എല്ലാവരും അക്കിന്റെ തന്നെ. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മള് അവിടെ നിന്ന് നേരെ ഇത് നടക്കുന്ന വെന്യൂയിലേക്ക് പോവാണ്. അവിടെ പാർട്ടിസിപ്പൻസ് ഒക്കെ വന്നു തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ ഈ കോമ്പറ്റീഷൻ, മലബാർ അടുക്കളയുടെ കോമ്പറ്റീഷൻ നടക്കുന്നത് ഇഹം ഡിജിറ്റലിലാണ്. നമ്മളെ ഇഹം ഡിജിറ്റലിലെ മാനേജർ നൗഷാദ് ഖാൻ. അപ്പോൾ ഇതിനെ കുറിച്ച് 2 വാക്ക് നമ്മളുടെ എനിക്ക് തോന്നുന്നു ഈ ഒരു സാധാരണഗതിയിൽ നമ്മൾ സ്റ്റോറുകളിലെല്ലാം ഇത് ചെയ്യാറുണ്ട്, കുക്കറി ക്ലാസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇങ്ങനൊരു സംഭവം നമുക്ക് ഫസ്റ്റ് ടൈമാണ്. ഇത് നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു അവസരം കിട്ടുന്നത് നമ്മൾ സന്തോഷിക്കുന്നു. പ്രത്യേകിച്ച് ഇത്തയുടെ പ്രസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ്. നെക്സ്റ്റ് ടൈമിൽ ഇത്തയുടെ ബർത്ത്ഡേ വരുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അപ്പോൾ അഡ്വാൻസായിട്ട് ബർത്ത്ഡേ വിഷസ് പറയുന്നു. ഇതിനിടയിൽ എൻ്റെ ഒരു കുട്ടി വ്യൂവർ ഓടിയെത്തി കേട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോഴേക്ക് ആ മോൻ്റെ ഉമ്മ വന്നിട്ടില്ല. ഉമ്മയാണ് എൻ്റെ കട്ട ഫാൻ എന്ന് പറഞ്ഞിട്ട് അവൻ ഉടൻ വാട്സപ്പിൽ ഉമ്മയെ വിളിച്ച് എനിക്ക് തരുവാണ്. ഉമ്മായും ഉമ്മുമായും ഒക്കെ ഉണ്ടായിരുന്നു. അവരും ഒക്കെ ആയിട്ട് കുറേ നേരം ഇതിൽ സംസാരിച്ചു. അപ്പോഴേക്കും ലിബ എത്തി. മലബാർ അടുക്കളയുടെ മറ്റൊരു ജഡ്ജാണ് ലിബ. ഈ സമയം സുൽത്താനും റിസ്വാനും ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് അതിൻ്റെ അകത്തൊക്കെ. സുൽത്താൻ ഫ്രിഡ്ജിൽ കളിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു സംഭവം കണ്ടത്. നമുക്കൊന്ന് യൂട്യൂബ് കണ്ടാലോ. ചട്ടിച്ചോ. ഇനി കിച്ചണിൽ ബോറടിച്ചിരിക്കുമ്പോ TV കാണാലോ. ആരോ ഇരിക്കുന്ന അവിടെ.
ഇരിക്കുവാണ്, ഭയങ്കര സേവനത്തിൽ ഇരിക്കുവാണ്. അതൊക്കെയാണ് മറ്റേ പെട്ടുപോയതാണോ? അപ്പം ഞാൻ ഒരാളിനെ പരിചയപ്പെടുത്തി തരാം. നമ്മുടെ മലബാർ അടുക്കളയുടെ കണ്ണൂർ കോർഡിനേറ്ററാണ്. ബാംഗ്ലൂർ. നിങ്ങൾ കണ്ണൂരുകാർക്കൊക്കെ അറിയാമായിരിക്കും. നഫീസ് കിച്ചൺ എന്ന് പറഞ്ഞിട്ടുള്ളത്. ബാംഗ്ലൂരിലും നഫീസ് ഉണ്ടായിരുന്നു, ട്രിവാൻഡ്രത്തുണ്ട്. വന്നിരിക്കുകയാണ്. ട്രിവാൻഡ്രത്ത് ഇവൻ്റെ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റിയിട്ട് വളരെ സന്തോഷമുണ്ട്. അവിടെ കണ്ണൂർ ഇരുന്നുകൊണ്ട് ഞാൻ ഇവിടുത്തെ കാര്യങ്ങൾ വെന്യൂ റെഡിയാക്കി, എല്ലാം റെഡിയാക്കി. പിന്നെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് സെമിനാറിൻ്റെ ഫുഡ് കഴിക്കാൻ പറ്റി. സെമിനാറിൻ്റെ മോന് സൽമാൻ രാവിലെ നമ്മുടെ സ്റ്റേഷനിൽ കുക്ക് ചെയ്യാൻ വന്നു. നല്ല അടിപൊളി ഫുഡ് രാവിലെ കഴിച്ചു. ഉച്ചയ്ക്ക് നല്ല അടിപൊളി മന്തി കഴിച്ചു. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. ഇവിടെ പരിപാടി ട്രിവാൻഡ്രത്താണെങ്കിലും വേറെ പല സ്ഥലങ്ങളിലും ഇവിടെ പാർട്ടിസിപ്പൻസ് എത്തിയിട്ടുണ്ടല്ലേ? അതെ അതെ, ഇവിടുന്ന് മലപ്പുറത്ത് നിന്ന് എറണാകുളത്ത് നിന്ന് പാർട്ടിസിപ്പൻസ് എത്തിയിട്ടുണ്ട്. ഇപ്പൊ എല്ലാരും എത്തിയിട്ടുണ്ട്. അവരവരുടെ ഫുഡ് അറേഞ്ച് ചെയ്യുന്ന തിരക്കിലാണ് ഇവരൊക്കെ. വീണ്ടും നമ്മൾ ഒരിക്കൽ കൂടി ഇഹാമിലെ ആനന്ദിനെ കണ്ടു. മോശം പറയാനൊന്നുമില്ല, എല്ലാവരും നല്ല നല്ല രീതിയിലാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ജഡ്ജസിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും കണ്ടുപിടിക്കാനായിട്ട്. എല്ലാവരും അവരവരുടെ ഫുഡ് അറേഞ്ച് ചെയ്ത് വെച്ചിരുന്ന ശേഷം ജഡ്ജിങ് സ്റ്റാർട്ട് ചെയ്തു. ജഡ്ജിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാവരുടെ അടുത്തും അവരവരുടെ ടേബിളിൽ നിന്ന് മാറി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ചും കൂടി സുതാര്യത ഉണ്ടാവുമല്ലോ മാർക്കിടാനായിട്ട്. പിന്നെ നമ്മൾ ഓരോരുത്തരുടെയും ഫുഡ് ടേസ്റ്റ് ചെയ്ത് നോക്കി. പിന്നെ ഡൗട്ടുള്ളത് അവർ അവിടെ റെസിപ്പി അവിടെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നോക്കിയിട്ട് തന്നെയാണ് മാർക്കിട്ടത്. എല്ലാം ഒന്നിനൊന്ന് മെച്ചമുള്ള ഫുഡായിരുന്നു. ഈ ജഡ്ജിമെന്റ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞു. പിന്നെ ഫൈനൽ ജഡ്ജിമെന്റ് ഞങ്ങൾ സംഘാടകർക്ക് കൈമാറി. ഈ ഒരു പരിപാടിയിൽ എനിക്ക് ഒരു ആകർഷണത തോന്നിയത് ഇതിൽ പങ്കെടുത്ത എല്ലാ കണ്ടസ്റ്റൻസിനും ഇവർ നല്ല ഗിഫ്റ്റുകളും അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റും ഒക്കെ വിതരണം ചെയ്തു. ആരെയും ഇവർ നിരാശരാക്കിയിട്ടില്ല. അത് തന്നെയാണ് എനിക്കിതിൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം. അതിനുശേഷം ഞങ്ങൾ ജഡ്ജസിന് മൊമെന്റോ തരികയും പിന്നെ ഈ ഒരു പ്രോഗ്രാമിനെ പറ്റി 2 വാക്ക് സംസാരിക്കുവാനും പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ ശേഷമാണ് ഇവര് ടോപ്പ് 3 വിന്നേഴ്സിനെ അനൗൺസ് ചെയ്തത്. ഇതിൽ സെക്കൻഡും തേർഡും വിന്നേഴ്സിന് ഗോൾഡ് കോയിൻസും ഫസ്റ്റ് കിട്ടിയ ആളിന് ദുബായിൽ നടക്കുന്ന ഫൈനലിൽ പങ്കെടുക്കാനുള്ള എയർ ടിക്കറ്റും പ്ലസ് ഗോൾഡ് കോയിനും കൊടുക്കുന്നതാണ്. അവിടെ നിന്ന് പുറത്തേക്ക് ഞങ്ങൾ ഇറങ്ങിയപ്പോഴേക്ക് നമ്മളുടെ ലക്ഷ്മി മാമിൻ്റെ മോനെയും അനുമോളെയും കണ്ടു. പിന്നെ അവരുമായിട്ട് കുറച്ച് നേരം കുശലം പറഞ്ഞ ശേഷം ഞങ്ങൾ അവിടെ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു. ഇന്നത്തെ ഈ രുചിയുടെ കൂട്ടായ്മ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു.
ഇനി അടുത്ത നല്ലൊരു എപ്പിസോഡുമായി നമുക്ക് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.